സമകാലികം. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ബാധിച്ച കുട്ടികളുടെ എണ്ണം ഭാരതത്തിൽ വർദ്ധിച്ചു വരുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് ജീവിതത്തിൽ മുന്നേറാൻ പിന്തുണ നൽകുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണ്ടത്രയില്ല എന്നത് ഖേദകരമാണ്. ചെറുപ്പകാലത്ത് തന്നെ അവരുടെ കഴിവുകൾ കണ്ടെത്തി കൃത്യമായ പരിശീലനം നൽകിയാൽ പിന്നീട് ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുവാനും പരാശ്രയം കൂടാതെ ജീവിതം നയിക്കുവാനും അവർക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടുകയാണ് ഡേ ഡ്രീംസ് എന്ന കൂട്ടായ്മ. മാതാപിതാക്കളുടെ പങ്കാളിത്തത്തോടെ സൗജന്യമായ തൊഴിലധിഷ്ഠിത പരിശീലനമാണ് ഇവിടെ കുട്ടികൾക്ക് നൽകി വരുന്നത്. ഡേ ഡ്രീംസിന്റെ സ്ഥാപകൻ ബിജീഷ് കണ്ണാംകുളത്ത്. ആരോടും നമ്മൾ സപ്പോർട്ട് ചോദിക്കാൻ പോയിട്ടില്ല. നമ്മളെ സുഹൃത്തുക്കൾ തന്നെ കൂടി എല്ലാവരും കൂടിയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലാതെ ഒരു വ്യക്തി എന്നുള്ള ഇതിലല്ല, എല്ലാവരും കൂടിയിട്ട് നടത്തുന്ന സംരംഭം. ഇപ്പൊ നമ്മ ആയാന്നങ്ങളിൽ എല്ലാവരും കൂടി ഇരുന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞതിന് പകരം എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. അങ്ങനെ തുടങ്ങിയ ഒരു സംരംഭം നല്ലൊരു നിലയിൽ പോകുന്നു. അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒത്തിരി ഉണ്ട് അവർക്ക്. അതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത് അവർക്ക് എൻഗേജ്ഡ് ആയിരിക്കാനും അതുകൂടാതെ അവർക്ക് ഒരു ഇൻകം ലഭിക്കാനും ഉള്ള തരത്തിലേക്ക് നാം മാറ്റിവിടുന്നു. പരിശീലനം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലി നമ്മൾ കൊടുക്കുന്നത് വിത്ത് പാരന്റ്സിനെ കൂടി കൂട്ടി നിർത്തുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്വന്തം അച്ഛനമ്മയോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പാരന്റിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പോൾ പവർ ബാങ്ക് ഉണ്ടാക്കുന്നുണ്ട്, മാഗ്നറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് എന്ന് വേണ്ട ടെക്നോളജി വെച്ചിട്ടുള്ള സാധനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവർ പ്രോംപ്റ്റ് ചെയ്യാനും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വേണ്ട ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള റീസൺലി ഉള്ള എല്ലാ ശാസ്ത്ര കാര്യങ്ങളും അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ലൈഫിൽ വെച്ചാൽ അവർക്ക് ഏറ്റവും പ്രശ്നം വെച്ചാൽ ക്യാഷ് ഹാൻഡ്ലിംഗ് അവർക്ക് ബുദ്ധിമുട്ടാണ്. അത് അവർക്ക് ഇപ്പൊ 5, 10, 15, 50, 100, 500 ഇത് പൈസയാണെന്നറിയാം. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി, അത് ഉപയോഗിച്ച് വാങ്ങുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. അതൊക്കെ അവർക്ക് അറിയില്ല. പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനൊക്കെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു പരിധി വരെ ചെയ്യാൻ പറ്റും. കുട്ടികള് ഫസ്റ്റ് ബിഹേവിയർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അടഞ്ഞു കിടന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരുമ്പോഴുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നന്നായി ഒരു കുട്ടിയുടെ പേരൻസ് വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ കുറെ പേര് പറഞ്ഞിട്ടായിരുന്നു നല്ല മാറ്റങ്ങളുണ്ട്. ഡൗൺ സിൻഡ്രോം, ഓട്ടിസം അവസ്ഥയിലുള്ള കുട്ടികളും അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ ബാധിതരായ മുതിർന്നവരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പലപ്പോഴും വഴിതെറ്റി തിരികെ വീട്ടിലെത്താൻ പറ്റാതെ പ്രതിസന്ധിയിലാകാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർ ധരിച്ചിരിക്കുന്ന പ്രത്യേക ബ്രേസ്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ പൊതുസമൂഹത്തിനും പോലീസിനും ഇവരെ സുരക്ഷിതമായി വീടുകളിൽ എത്തിക്കാൻ സാധിക്കും. ഡേ ഡ്രീംസിന്റെ കവച് പദ്ധതിയിലൂടെ ഇത്തരം ബ്രേസ്ലെറ്റുകൾ നിർമ്മിക്കുന്നതും ഡേ ഡ്രീംസിൽ പരിശീലനം ലഭിച്ച കുട്ടികൾ തന്നെയാണ്. കവച് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ മിസ്സാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ പാരന്റ്സ് ആയിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് മിസ്സാവും, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ അറിയാതെ വിട്ടുപോകും, തിരിച്ചു വരാൻ പറ്റാത്തതാവും. ശരിക്കും ഒരാളെ ട്രാക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. ഒരാളെ ഒരിക്കലും ട്രാക്ക് ചെയ്യാൻ പാടില്ല. അത് അയാളുടെ പ്രൈവസി ഇഷ്യൂസ്. നമ്മൾ അതിന് പകരം അവരുടെ ഇൻഫർമേഷൻസ്, ഇപ്പൊ ഒരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ അവരുടെ അച്ഛന്റെ അമ്മയുടെ ഫോൺ നമ്പർ ഓർമ്മിക്കാൻ പറ്റുന്നതിൽ പറയും എന്റെ അച്ഛനെ കോൺടാക്ട് ചെയ്യുമെന്ന് പറയാം. പക്ഷെ അങ്ങനെ ചെയ്യാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് ആ ഇൻഫർമേഷൻസ് ഡിജിറ്റലൈസ് ചെയ്തിട്ട് നമ്മൾ അവരെ അടുത്ത് തന്നെ കീപ്പ് ചെയ്യുന്നു. അത് അവർ അപകടത്തിൽപ്പെടുമ്പോഴോ ഒക്കെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ആ വൈറ്റൽ ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടി അവർക്ക് നേരെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ അടുത്ത പബ്ലിക്സിന് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി അതുകൊണ്ട് പറ്റും. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ആ സാധാരണ ഈ ട്രാക്കിംഗ് ഇതിനൊക്കെ ഫുൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിന് ചാർജിങ് ഒന്നും ആവശ്യമില്ല. ആ ഫീൽഡ് എപ്പോഴും നിൽക്കും. അപ്പൊ ജസ്റ്റ് ആ ഫീൽഡിൽ വരുന്ന ആക്സസ് ചെയ്യാൻ പറ്റുന്ന മൊബൈലിന്റെ ഇത് വെച്ച് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി സെർവർ മുഖേന ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇപ്പോഴത്തെ കുട്ടികൾ പാരന്റ്സിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിടർത്തി കുഞ്ഞു കോഴികളെ തള്ളി പുറത്താക്കുന്ന പോലെ ജസ്റ്റ് അവരെ വിട്ടുകൊടുക്കുക. അവരെ സമൂഹത്തിലേക്ക് പതുക്കനെ ഇറക്കി വിടാൻ അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ വളരെയധികം മെച്യൂർഡ് ആവും, സമൂഹത്തിലൊരു മുതൽക്കൂട്ട് തന്നെയാവും. ഡേ ഡ്രീംസിൽ ലഭിക്കുന്ന പരിശീലനത്തെക്കുറിച്ചും തങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ഇവിടുത്തെ കുട്ടികളും രക്ഷിതാക്കളും മനസ്സ് തുറക്കുന്നു. എലിസബത്ത് തോമസ്, സ്ഥലം കളമശ്ശേരി. കവച് നല്ല ഒരു സപ്പോർട്ടാ. എന്റെ കുട്ടി ഡേ ഡ്രീംസ് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുകയാണ്. +2 കഴിഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സൊക്കെ കഴിഞ്ഞ് എല്ലാം ചെയ്യുക. ഇവിടെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ കമ്പ്യൂട്ടർ ബേസ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കവച്ചും അതിന്റെ ഒരു ഭാഗമാണ്. എപ്പോഴും ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലായിരിക്കും. എന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു ദൈവം അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ അത്രയും അവരെ ഡെവലപ്പ് ആക്കി അവരിപ്പോൾ മെയിൻ സ്ട്രീമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും കവച്ച് എന്ന ഒരു ഇതുള്ള കുട്ടികൾ തന്നെ എല്ലാം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും
എല്ലാം ആക്കി തരുന്നുണ്ട്. കുട്ടികൾ തന്നെ അതൊക്കെ ചെയ്യും. പിന്നെ ഡേ ഡ്രീംസിലല്ലാതെ അവർ പല കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്യാനും അവർ എല്ലാ കാര്യങ്ങളും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള മെയിൻ ഉദ്ദേശം അതാ. അവർ തന്നെ ഈ ലോകത്തോട് മല്ലനിച്ച് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. റിപ്പീറ്റഡ് പരിശീലനം വേണം. കുറെ നമ്മൾ നോർമൽ കുട്ടികളെക്കാട്ടിൽ മേ ബി നമുക്ക് ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ടി വരും. കുറെ റിപ്പീറ്റ് ചെയ്താലും അവർ അതിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അതനുസരിച്ച് പാരന്റും അതനുസരിച്ച് ഒത്തിരി സപ്പോർട്ട് ചെയ്താൽ അവരും വരുന്നുണ്ട്. നമ്മൾ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്ത് അവരുടെ എന്താ കുറവ് നമ്മളത് നികത്തി നമ്മളത് പല പേരൻസ് അത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. എൻ്റെ കുട്ടിക്ക് എന്തോ കുറവുണ്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ന് ആക്സെപ്റ്റ് ചെയ്തു അപ്പോൾ അവരെ അങ്ങ് ഇറക്കുക. വീട്ടിൽ വെക്കേണ്ട കാര്യമില്ല. അല്ലെ ഈവൻ സ്പെഷ്യൽ സ്കൂളിൽ പോലും നോർമൽ സ്കൂളിൽ വിടുക. അവര് ഓട്ടോമാറ്റിക് അത് ഡെവലപ്പ് ആയിക്കോളും. എൻ്റെ പേര് മേരി സിനി ജോസഫ്. ഇവർക്ക് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ആൾക്കാർക്ക് ഇതിനോട് പറ്റിയുള്ളൊരു ബോധമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിൽ അവനിപ്പോൾ 16 വയസ്സായി. പക്ഷെ അവൻ തുടക്കത്തിൽ ഓട്ടിസം എന്ന് പറയുമ്പോൾ ആർക്കും അറിയത്തില്ലായിരുന്നു. ആകെ സ്റ്റാർട്ടിങ്ങിൽ വന്ന സുകേഷ് കുട്ടനെ മാത്രമാണ് ആൾക്കാർക്ക് ഓട്ടിസം എന്നുള്ളൊരു പേരിൽ അങ്ങനെ ഒരു അസുഖമുണ്ട് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ എല്ലാവരും ഇവരെ എല്ലാം ഒറ്റ കാറ്റഗറിയിലേക്കാണ് മാറ്റുന്നത്. ഓട്ടിസത്തിലും അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം എല്ലാം വന്ന കുട്ടികളെ മെന്റലി റിട്ടാർഡേഷൻ എന്നുള്ളൊരു ഡിസേബിൾഡ് കാറ്റഗറി. പക്ഷെ അവരുടെ എബിലിറ്റി എന്താണെന്ന് ആരും കണ്ടുപിടിക്കാനില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് തയ്യൽ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതാണ് ആൾക്കാർക്ക് വരുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. പല കുട്ടി ഇപ്പൊ എന്റെ മോൻ സോഫ്റ്റ്വെയറിലാണ് അവന് ഏറ്റവും ഇഷ്ടം. അവനെ പഠിക്കാൻ അതിൽ ഗെയിംസും കാര്യം. അതേപോലെ അല്ലാത്ത കുട്ടികൾ കുക്കിങ്ങിൽ ഇഷ്ടമുള്ള കുട്ടികളുണ്ട്. നമ്മളുടെ കുട്ടിക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വന്ന് നിൽക്കുമെന്ന് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ലൈഫ് നമുക്ക് സെറ്റിൽ മറ്റുള്ള കുട്ടികളെ പോലെ നോർമൽ കുട്ടികളെ പോലെ തന്നെ നല്ല കരിയറിലേക്ക് ഈ കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റും. ലീന ജോസഫ്. സ്പെഷ്യൽ കെയറിനേക്കാൾ ഉപരി ഈ സ്പെഷ്യൽ ആയ കുഞ്ഞുങ്ങളെ സമൂഹം അംഗീകരിക്കണം. ഇപ്പം ഞങ്ങളുടെ ഡേ ഡ്രീമിലാണേലും പൈസയുടെ കാൽക്കുലേഷൻ ചെയ്യിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഈ പിള്ളേരെ 2-3 പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് സാധനങ്ങൾ മേടിച്ച് അതിന്റെ എമൗണ്ട് കറക്റ്റായിട്ട് കൊടുക്കാനും അവർ തരുന്ന ബാലൻസ് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പിള്ളേർ തന്നെ കൈകാര്യം ചെയ്യാനും ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കുറച്ച് സീഡുകൾ ചെയ്യുന്നുണ്ട്. അത് പിള്ളേരെ കൊണ്ട് സെയിൽ ചെയ്യിച്ചു. അപ്പൊ അവർക്കത് ഈ എമൗണ്ട് ഇപ്പം 100 രൂപയാണെങ്കിൽ അതിൽ ബാലൻസ് എത്ര വരും, അല്ലെ 75 റുപ്പീസ് ആണെങ്കിൽ ബാലൻസ് എത്ര വരും. പിള്ളേർക്ക് GK എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ഡെയിലി ന്യൂസ് ചോദിക്കും. സ്പീച്ചിന് ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഏതൊരു പേരൻസിന്റെ മുമ്പിലിരുന്ന് ഞങ്ങളുടെ പിള്ളേർ സംസാരിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ ആ പേരൻസ് ഉടൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർക്കത് തിരുത്തി കൊടുത്ത് അങ്ങനെയല്ല എന്റെ ഉച്ചാരണം പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണെന്നുള്ള രീതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് മറിയ തോമസ്. 1 വർഷമായി. ഒരു മുമ്പ് സ്കൂളിലായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട കുക്കിങ്ങാണ്. ഫിഷ് കറി, വെണ്ടയ്ക്ക, മെഴുക്കുവരട്ടി ഇതൊക്കെ ഉണ്ടാക്കും. ഒരു നാൾ കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങും കുക്കിംഗ് തന്നെ. ഇപ്പൊ സംസാരിച്ച എൻ്റെ മോളായിരുന്നു. എൻ്റെ പേര് സൂസൻ തോമസ്. കുക്കിംഗ് പറഞ്ഞിരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ എന്ന് പറയും. പക്ഷെ കമ്പ്യൂട്ടർ അങ്ങനെ ടെക്സാവി അല്ല. പക്ഷെ പഠിച്ചെടുക്കും ഓരോന്ന്. കുക്കിംഗ് എന്നാ പറഞ്ഞത്. പക്ഷെ കുക്കിങ്ങിൽ ഇപ്പം മീൻകറി, വെണ്ടയ്ക്ക, മെഴുക്കുവരട്ടി അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യും. എൻ്റെ പേര് കുര്യൻ ജോൺ. ഞാൻ ഡ്രീംസിലെ മാനേജർ. സൈൻ ചെയ്യാനും മെസ്സേജ് അയക്കാനും പിന്നെ പൈസ കോൺട്രിബ്യൂഷൻ ചെയ്യാനും ഞാനാണ്. ഒരു സ്കാനിങ് സെന്റർ മാനേജ് ചെയ്യുന്നുണ്ട്. My name is Brian Verghese Pradeep. 4 വർഷമായി പഠിക്കുന്നേ. NFC ബിസിനസ് കാർഡ്, കാർ പെർഫ്യൂം, പെൻസ്, നോട്ട് പാഡ്സ്, ഫോട്ടോ ഫ്രെയിം, അക്രിലിക് ഫോട്ടോസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇല്ലസ്ട്രേറ്റർ, വെബ്സൈറ്റ് ഡിസൈനിങ് ഏതൊക്കെയാണ് ഡേ ഡ്രീംസ് പഠിപ്പിക്കുന്നേ. ഇതെല്ലാം ചെയ്യാം. എൻ്റെ പേര് ജേഡൻ മാത്യു കേറിയനാണ്. AI പഠിക്കണം. 6 മാസം വരെ പഠിക്കണം. ലാപ്ടോപ്പ് ചെയ്തു, ഫോട്ടോഷോപ്പ് ചെയ്തു. AI പഠിപ്പിച്ച്, ഫോട്ടോഷോപ്പ് പഠിപ്പിച്ച്, നോട്ട് പാഡ് ചെയ്തു. സ്റ്റഡീസ് കഴിഞ്ഞിട്ട് എഞ്ചിനീയർ ആണ്. ഇപ്പൊ സംസാരിച്ചത് എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററിന്റെ മോനാണ്. ഞാനാണ് അവന്റെ കൂടെ അക്കമ്പനി ചെയ്യുന്നത്. അവൻ ഇൻഡിപെൻഡന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ചില കാര്യങ്ങളിൽ അവൻ എന്താ പറയാ കുറച്ച് സ്ലോ ആകുമ്പോൾ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ മതി. അവന് പഠിക്കാനൊക്കെ നല്ല പെട്ടെന്ന് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ എല്ലാം ഈസ് ടു ഇൻട്രസ്റ്റഡ്. പെട്ടെന്ന് പഠിച്ചെടുത്തോളൂ. പിന്നെ നമ്മളൊന്ന് കൂടെ ഉണ്ടാവണം.
ഒരു ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട്, അതൊക്കെയാണ് മെയിൻ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ ഒപ്പം തന്നെ അവരോട് നടതള്ളിയിട്ട് പോണ ഒരു ആറ്റിറ്റ്യൂഡാണ് പല ഇങ്ങനത്തെ സ്പെഷ്യൽ കിഡ്സിന്റെ. അങ്ങനത്തെ ഒരു കസ്റ്റം ഫോളോ ചെയ്യാണ്ട് ആ ഒരു ട്രഡീഷൻ ബ്രേക്ക് ചെയ്തിട്ട് കുട്ടികളെ നമ്മൾ മാക്സിമം നമ്മളും പഠിക്കുക, നമ്മളിലൂടെ അവർക്കും മാക്സിമം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക, അവരെ മാക്സിമം ഇൻഡിപെൻഡന്റ് ആക്കുക. അതാണ് നമ്മൾ സാറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ റിഗാർഡിംഗ് ഡേ ഡ്രീംസ് ആൻഡ് ദ കിഡ്സ്. ഞാൻ സ്പെയിനിൽ പഠിപ്പിക്കുമ്പോൾ അവിടെയും ഓട്ടിസ്റ്റിക്കും ഡൗൺ സിൻഡ്രോം ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ പലപ്പോഴും ഈ കുട്ടികൾ നോർമൽ കുട്ടികളുടെ കൂടെ ഇരുന്നാണ് പഠിക്കണം. അപ്പൊ അവര് പെട്ടെന്ന് സ്പെഷ്യൽ സ്കൂൾസും ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അവര് ഇങ്ങനെ സൊസൈറ്റി മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. നമ്മള് സാധാരണ കുട്ടികളുടെ പോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്ത് സാധാരണ കുട്ടികളിലേക്ക് ഇറക്കി വിടുമ്പോഴാണ് അവര് നോർമലായിട്ട് നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. നമ്മൾ ആക്ച്വലി അവരെ തന്നെ മോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഒരു കുട്ടീനെ എങ്ങനെയാണ് വളർത്തുന്നത് അതേപോലെ തന്നെ ഇവരെയും വളർത്തിയാൽ മതി. സ്പെഷ്യൽ എന്ന് പറഞ്ഞ് നമ്മൾ കുറെ അവരെ പാമ്പർ ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നത് കൂടുതൽ അവര് ഒന്ന് ഇങ്ങനെ ഇറങ്ങി പോവാൻ അവർക്കൊരു ബുദ്ധിമുട്ട്. പക്ഷെ ഞാൻ ഡേ ഡ്രീംസിൽ വന്നതിന് ശേഷം ജെയ്ഡന് കുറെ മാറ്റങ്ങളുണ്ട് ഇൻ ഹിസ് മാനറിസം, ക്യാരക്ടർ. ലൈക്ക് അവൻ നേരത്തെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ അവനിപ്പോ ചെയ്യും. കസിയ ജോസഫ് ഫോട്ടോഷോപ്പ് ചെയ്തു, ഫോട്ടോ പണിയോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യും. എന്റെ പേര് സുബിൻ എബ്രഹാം തോമസ്. വീട്ടില് അമ്മയുണ്ട്, പപ്പയുണ്ട്, ചേട്ടനുണ്ട്. ഞാൻ +2 പാസ്സായി. ഇപ്പൊ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഡേ ഡ്രീംസിൽ. അവിടെ പവർ ബാങ്ക്സ് ഉണ്ടാക്കാൻ, പിന്നെ ഫ്രിഡ്ജ്, മാഗ്നറ്റ്, പിന്നെ കാർ പെർഫ്യൂംസ് അത് ഉണ്ടാക്കാൻ വേണ്ടി മേടിക്കും. ഫോട്ടോഷോപ്പ് പഠിക്കുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരൻ ആവണം, ഒരു കമ്പനിയിലെ മാനേജർ. ആനന്ദ് സുഭാഷ് ഡേ ഡ്രീംസിൽ പഠിക്കുന്ന 6 months ആയി. ഫോട്ടോഷോപ്പ്, AI ഫോട്ടോഷോപ്പ്. സൂപ്പർ മാർക്കറ്റിൽ പോവും പർച്ചേസ് ചെയ്യാനൊക്കെ, സാധനങ്ങൾ വാങ്ങിക്കും. ഞാൻ പഠിച്ചിട്ട് ബിസിനസ് മാൻ ആകും. എൻ്റെ പേര് മാത്യുവാണ്, മാത്യു എഡ്വേർഡ്. ഒരു വർഷമായി പഠിച്ചത്. ഒരു വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് പവർ ബാങ്ക് ചെയ്യുന്നത്, അതിൻ്റെ ലാപ്ടോപ്പ് ചെയ്യുന്നത്, എല്ലാം ചെയ്യാം. പഠിച്ചാൽ കഴിഞ്ഞിട്ട് ഒരു MD. സംസാരിച്ചത് എൻ്റെ മോനായിരുന്നു. ഹസ്ബൻഡിന് വൈപ്പൻഡിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, ഗാർഡനോസിന്റെ. മോൻ ഒരു 2 വർഷമായിട്ട് ഹസ്ബൻഡിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങൾ ഏറ്റവും ബേസിക് ലെവലായിട്ട് എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്, ഓരോ പ്ലാസ്റ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അത് സെപ്പറേറ്റ് ചെയ്യാനും, അങ്ങനെ ആദ്യം മുതൽ ബേസ് മുതൽ അവനെ പഠിപ്പിക്കുമായിരുന്നു. അത് ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ വരെ അവനെത്തി. ഇനി ഓഫീസിലേക്കുള്ളതാണ് അടുത്തത് നോക്കണ്ടേ. അപ്പം അതിന് മുമ്പ് ഇവിടെ സാറിന്റെ കാര്യം അറിഞ്ഞപ്പോൾ നേരെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു, കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടാൻ വേണ്ടി. ഞാൻ അഖിൽ സജിത്ത് ഡേ ഡ്രീംസിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങള് പവർ ബാങ്ക്, ഫ്രിഡ്ജ് മാഗ്നറ്റ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ എല്ലാം ഇത് ട്രെയിൻ ചെയ്യിപ്പിച്ചത് ബിജി സാറാണ്. ഇപ്പൊ AI വെച്ച് എല്ലാം ഫോട്ടോഷോപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്. കാർ പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫോട്ടോഷോപ്പ് ഇപ്പൊ എല്ലാം പഠിക്കുന്നുണ്ട്. കുറെ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവണമെന്നാണ്. ഇപ്പൊ സംസാരിച്ച എൻ്റെ മോനാണ്. എൻ്റെ പേര് സ്മിത. അവന് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. AI അതൊക്കെ ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്ത് കാര്യമാണെങ്കിലും അവന് എളുപ്പമാണ്. കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയി ബിഹേവിയറിലൊക്കെ ഒത്തിരി ചേഞ്ചസ് വന്നു. അവരെവിടെയെങ്കിലും പോയാൽ നമുക്കൊരു ടെൻഷനാണ് എവിടെയെങ്കിലും മിസ്സാവും എന്നുള്ളത്. ഇപ്പോൾ ഈ കവചം ഉണ്ടെങ്കിൽ നമുക്ക് പേരൻസിനും നല്ലതാണ്. എന്നുവെച്ചാൽ കുട്ടികൾ എവിടെയെങ്കിലും നമുക്ക് ഇപ്പം എവിടെയാണെങ്കിലും ആൾക്കാർക്ക് ഒരു അവയർനെസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എവിടെയാണുള്ളത്. അവർക്ക് നമ്മളെ വിളിച്ചറിയിക്കാം. അങ്ങനെയുള്ള നല്ല ഉപയോഗമുള്ള സാധനമാണ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ബാധിച്ച കുട്ടികൾ ശാരീരിക മാനസിക വികാസത്തിൽ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും അവരിലും ചില കഴിവുകൾ ഉണ്ടായിരിക്കും. ശാസ്ത്രീയമായ പരിശീലനത്തിലൂടെ ആ കഴിവുകൾ വികസിപ്പിച്ചാൽ അവർക്ക് മികച്ച ഭാവി ഉറപ്പാക്കാനാകും. ഡേ ഡ്രീംസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ മികച്ച മാതൃക ഏറ്റെടുക്കുവാനും പിന്തുടരുവാനും നമുക്കിടയിൽ നിന്നും ഇനിയും കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിർവഹണം അഖിൽ സുകുമാരൻ. സഹായം റെനീഷ് ജോർജ്. സമകാലികം.